എൻ്റെ വെയിറ്റ് കൂടിയ ഒരു സാധനത്തിനെ പറ്റി സംസാരിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെയിറ്റ് എനിക്ക് തീരെയില്ലായിരുന്നു. ഞാൻ കല്യാണമൊക്കെ കഴിക്കുന്ന മുന്നേ 40ൻ്റെ താഴത്തായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വെയിറ്റ് ഇല്ലാത്തതിനെ പറ്റിയിട്ട്. മോൾക്ക് തിന്നാൻ കൊടുക്കലില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സങ്കടം വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ വെയിറ്റ് കൂടാത്തതിൻ്റെ പ്രശ്നം കൊണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതെന്താണ് ഈ തടിക്കാത്തത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ഞാൻ വെയിറ്റ് കൂടാൻ വേണ്ടി കല്യാണത്തിന് മുമ്പ് കുറേ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് നിൽക്കും. നമ്മൾ മരുന്നോടി കഴിഞ്ഞാൽ അതങ്ങ് പോകും കേട്ടോ. അങ്ങനെയായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം തടിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ തടിച്ചില്ല. അപ്പോഴും ഇതേ ചോദ്യം തന്നെയായിരുന്നു, കല്യാണം കഴിച്ചോട്ട് തിന്നാൻ കിട്ടുന്നില്ലേ, നിനക്ക് കുടിക്കാൻ കിട്ടുന്നില്ലേ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വിഷമം, നമുക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ കേൾക്കുമ്പോൾ. എന്നാലും നമ്മൾ അധികം ചിരിച്ചങ്ങ് തള്ളിയിട്ട് പോകാനാണ് കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു പ്രസവം കഴിഞ്ഞാൽ തടിക്കുമെന്ന്. ഇപ്പം എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞു, പക്ഷേ തടിച്ചിട്ടില്ല. 2 ഡെലിവറിക്കും തടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിയുന്ന ഒരാൾ എനിക്ക് ഈ ഒരു സംഭവത്തിനെ പറ്റി പറഞ്ഞു തന്നെ കേട്ടോ. വെയിറ്റ് ഗെയിൻ ചൂർണം, ഈ ഒരു പൊടിനെ പറ്റി പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞ് മോനിക്കൊരു 2.5 വയസ്സ് സമയത്ത് ഞാൻ ഈ പൊടി വാങ്ങിയിട്ട് ഇതിന് 900 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് റേറ്റ് കൂടിയെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇത് പാലിൽ ചേർത്ത് കുടിക്കാനാണ്. ഞാൻ അതെങ്ങനെയാണ് പാലിൽ ചേർത്ത് കുടിക്കാമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ലേഹ്യം കൂടി വാങ്ങിയിട്ട്, നിർബന്ധമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടുതൽ ലേഹ്യം കൂടി തന്നിട്ടുണ്ടായിരുന്നു. അത് ആയുർവേദ ഷോപ്പിൽ നിന്ന്, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചു ഒരാഴ്ച ആവുന്നതിന് മുമ്പേ തന്നെ ഞാൻ വെയിറ്റ് വെക്കാൻ തുടങ്ങി കേട്ടോ. വെയിറ്റ് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിച്ച് കഴിഞ്ഞ പാടെ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചെടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ വിശക്കുന്ന അതിനനുസരിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ചോറും ഇതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ നമ്മുടെ ഈത്തപ്പഴം, നേന്ത്രപ്പഴം, പീനട്ട് ബട്ടർ, അതുപോലെ ഉണക്ക മുന്തിരിയൊക്കെ ഇട്ടിട്ട് ജ്യൂസൊക്കെ അടിച്ചിട്ട് രാവിലെ ഒരു ഗ്ലാസ് അത് കുടിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതുപോലെ നന്നായിട്ട് ചോറൊക്കെ സാധാരണ ഞാൻ കുറച്ച് കഴിക്കുന്നതിൽ കൂടുതൽ കഴിക്കാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിക്കാൻ നമുക്ക് തന്നെ തോന്നി തുടങ്ങി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുപാട് കഴിക്കും. അങ്ങനെ ഈ ഒരു മരുന്ന് കഴിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് വിശപ്പടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മരുന്ന് കഴിച്ചിട്ടല്ല തടിക്കുന്നത്, വിശക്കാനുള്ള മരുന്നാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇപ്പോൾ 54 വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 ദിവസമായിട്ടുണ്ടാവും. 15 ദിവസത്തിന് ഞാൻ 54 വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞതായിരുന്നു, തടി വെക്കാത്തതുകൊണ്ട് ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര സങ്കടമാണ് കേൾക്കുമ്പോൾ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അവളെ ഫാമിലിയിൽ ആരോ ഇത് കുടിച്ചിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസ് എടുത്ത് എനിക്ക് വിട്ട് തന്നു. അങ്ങനെ ഞാൻ അത് വാങ്ങി കുടിച്ചു കേട്ടോ. പക്ഷേ ഇത് വാങ്ങി കുടിക്കുന്ന മുന്നേ ഞാനൊരു ആയുർവേദ ഡോക്ടറെ നമ്മുടെ വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് ഇല്ല, അത് ആയുർവേദമല്ലേ, ചൂർണ്ണപ്പൊടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാല് ചേർത്ത്, എനിക്കിത് പാല് ചേർത്ത് കുടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും കുടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മനസ്സിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങ് കുടിക്കലാണ് കേട്ടോ. ചില സമയത്ത് ഞാനത് ജ്യൂസിൽ കലർത്തി കുടിക്കും. ഇതൊരു പൊടിയാണ് കേട്ടോ. ഇതുപോലെ മാല പോലെ ഒരു പൊടിയാണ്. അപ്പോൾ നമുക്കിത് എടുക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് നമുക്ക് ഈ ഒരു പൊടി പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് പാലിൽ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇളം ചൂടിലാണ് കുടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിത് കുടിക്കുന്ന ഇത് കാണിച്ചു തരാം, പാലിൽ ചേർത്തിട്ടുള്ളത് കാണിച്ചു തരാം. ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ആ പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതെൻ്റെ കുറച്ച്
കാറ്റ് കൊണ്ടിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അത് എപ്പോഴും ഇത് നല്ല പൊടിയാണ്, നമ്മുടെ അരിപ്പൊടി മൈദപ്പൊടി പോലെ പൊടിയാണ് കേട്ടോ. അങ്ങനെ ഇത് കാറ്റ് കൊണ്ടപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിന് അതൊന്ന് പൊട്ടിച്ച് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പൊടിയാകുമ്പോൾ ഇത്ര ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊന്ന് കുടിച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഗ്ലാസ് ദിവസവും കുടിച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസം ഈ ഒരു പാക്ക് മാത്രം വാങ്ങിയാൽ മതി. പക്ഷേ ആ കടയിൽ നിന്ന് പറഞ്ഞത് 3 പാക്ക് കുടിക്കണം എന്നാണ്. പക്ഷേ ഈ ഒരു പാക്ക് കുടിച്ചാൽ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെയിറ്റ് ആവും. പിന്നെയും കുടിച്ചാൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതലാവണ്ട. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.